നമ്മുടെ ഭൂമിയിലുള്ള ഒരു ദ്രാവകത്തിൻ്റെ 1 ലിറ്റർ അളവിന് ഏകദേശം ഒരു കാറിൻ്റെ വില വരും എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഈ ദ്രാവകം എന്ന് പറയുന്നത് ഒരു ജീവിവർഗത്തിൻ്റെ ബ്ലഡാണ്. 1 ലിറ്റർ ബ്ലഡിന് 12 മുതൽ 15 ലക്ഷം രൂപ വരെ കിട്ടാൻ സാധ്യതയുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. കടലിൽ കാണപ്പെടുന്ന ഹോഴ്സ് ഷൂ ക്രാബ് എന്നറിയപ്പെടുന്ന ഞണ്ടല്ലാത്ത ഒരു ജീവിവർഗത്തിൻ്റെ ശരീരത്തിലെ നീല രക്തത്തിനാണ് സത്യത്തിൽ ഇത്രയും വില. ഹോഴ്സ് ഷൂ എന്ന് പറഞ്ഞാൽ സാധാരണ കുതിരലാടം എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. അപ്പോൾ ഈ കുതിരലാടത്തിന് സമാനമായ രീതിയിലുള്ള ശരീരപ്രകൃതമുള്ള ഏകദേശം ഒരു ആമയുടെ വലിപ്പമുള്ള ജീവിയാണിത്. കഴിഞ്ഞ 45 കോടി വർഷങ്ങളായി ഭൂമിയിൽ കടലിൽ അത്യധികം പരിണാമമൊന്നും സംഭവിക്കാതെ ഇതേ രൂപത്തിൽ തന്നെ ഈ ജീവി ജീവിക്കുന്നുണ്ട്. അതായത് ദിനോസറുകളുടെ ഭൂമി അടക്കി വാഴലും അവയുടെ വംശനാശവും ഒക്കെ തന്നെ അതിജീവിച്ച എന്തോ ഒരു പ്രത്യേക സ്വഭാവമാണ് സത്യത്തിൽ അതിന് കാര്യമായ മാറ്റമൊന്നും വരുത്താതെ കടലിൽ ഇതേപോലെ ഇത്രയും നാൾ നിലനിൽക്കാൻ കാരണം എന്ന് ഗവേഷകർ പറയുന്നു. 1950കളിലാണ് ഒരു ഫ്രെഡറിക് ബാങ് എന്നു പേരുള്ള സയൻറ്റിസ്റ്റ് സെപ്സിസ് എന്ന് പറയുന്ന മരണം വരെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു അസുഖത്തിന് കാരണമാകുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷനെ കുറിച്ച് അഗാധമായ രീതിയിൽ പഠനം നടത്തുന്നത്. സത്യത്തിൽ ചരിത്രത്തിൽ ഒരുപാട് ഗവേഷകരും മെഡിക്കൽ രംഗത്ത് ഇംപ്രൂവ്മെൻറ്റ്സ് ഉണ്ടാക്കിയത് ഇത്തരത്തിൽ ഭൂമിയിലുള്ള പല ജീവജാലങ്ങളുടെയും ശരീരത്തിൽ നിന്നുള്ള വസ്തുക്കൾ കൊണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത വസ്തുക്കളും മറ്റും കൊണ്ടാണ്. കുറേയൊക്കെ മറ്റു ചിലത് അവർ തന്നെ വികസിപ്പിച്ചെടുത്ത രീതികളായിരിക്കും. പക്ഷേ നമ്മുടെ ചുറ്റുപാടുമുള്ള പല ജീവജാലങ്ങൾക്കും പരിണാമത്തിലൂടെ സവിശേഷമായ ചില ഗുണഗണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മനുഷ്യന് മരണം വരെ കാരണമാകുന്ന സെപ്സിസ് എന്ന് പറയുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷനെ നേരിടുന്നതിന് വേണ്ടി കൃത്യമായ രീതിയിൽ ഒരു സാമ്പിളിനകത്ത് എത്രത്തോളം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു മാർഗം വേണം, ഒരു സൊല്യൂഷൻ വേണം. നമ്മളിപ്പോൾ തന്നെ പലപ്പോഴും പല രീതിയിൽ ആൽക്കലികളെയും ആസിഡുകളെയും തിരിച്ചറിയാറുണ്ട്. നമ്മൾ ലിറ്റ്മസ് പേപ്പറൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ പലതരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് പലതിനെയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാറുമുണ്ട്. അതേസമയം നമ്മളൊരു രക്തം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രക്തത്തിൽ ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ടോ എന്നെങ്ങനെ തിരിച്ചറിയും? സ്വാഭാവികമായിട്ടും എല്ലാ ജീവജാലങ്ങളുടെയും ശരീരത്തിൽ ഈ ഇൻഫെക്ഷനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അതാണ് നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസ്. അത് ഡിഫറൻ്റ് ആയിട്ടുണ്ട്. ലിംഫോസൈറ്റ്, ല്യൂക്കോസൈറ്റ്, അങ്ങനെ പല സാധനങ്ങളുണ്ട്. ഇവയൊക്കെ തന്നെ ആക്റ്റീവായിട്ട് ഇത്തരത്തിലുള്ള ഫോറിൻ ഒബ്ജക്റ്റുകളെ അറ്റാക്ക് ചെയ്ത് ഇല്ലാതാക്കും. പക്ഷേ നമുക്കത് അറിയുന്നത് എങ്ങനെ? എപ്പോഴും മൈക്രോസ്കോപ്പൊക്കെ എടുത്ത് വെച്ച് ഈ ബാക്ടീരിയ ഇല്ലാതായി ഒന്നും നോക്കാൻ കഴിയില്ല. നമ്മളത് ബോഡിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ കുറേ സമയം കഴിയുമ്പോൾ അതിനകത്തുള്ള ഈ സെല്ലുലാർ ആക്ടിവിറ്റിയൊക്കെ തന്നെ അവസാനിക്കും. സോ പലതരത്തിലുള്ള ജീവജാലങ്ങളുടെ ബ്ലഡ് എടുത്തതിന് ശേഷം സെപ്സിസ് എന്ന് പറയുന്ന അസുഖത്തിന് കാരണമാകുന്ന ബാക്ടീരിയൽ സൊല്യൂഷനിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്ത് നോക്കിയ വ്യക്തിയായിരുന്നു ഫ്രെഡറിക് ബാങ്. പക്ഷേ അവസാനം അദ്ദേഹം കറങ്ങി തിരിഞ്ഞ് ഹോഴ്സ് ഷൂ ക്രാബ് എന്ന് പറയുന്ന ഈ കാണുന്ന ജീവിയുടെ നീല രക്തം എടുത്തതിന് ശേഷം ബാക്ടീരിയൽ സൊല്യൂഷനിലേക്ക് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു. അത്ഭുതം! ജെല്ലിയിലേക്ക് കൊക്കൂൺ പോലെ ബാക്ടീരിയകൾക്ക് ചുറ്റുപാടും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് നോക്കിക്കൊണ്ട് അറിയാൻ കഴിയുന്ന രീതിയിൽ ഒരു മാറ്റം അതിനകത്തുണ്ടായിരിക്കുന്നു. എല്ലാ ജീവജാലങ്ങളുടെ ശരീരത്തിലുള്ള ബ്ലഡിനും ബാക്ടീരിയ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ അത് ഇത്രയും വിസിബിളായിട്ട് ഒരു ജെല്ലിയിലേക്ക് കൊക്കൂൺ ഉണ്ടാക്കി കൺഫേം ചെയ്യുന്ന ഒരു ടെസ്റ്റാക്കി മാറ്റാൻ ഹോഴ്സ് ഷൂ ക്രാബിൻ്റെ ശരീരത്തിൽ നിന്നുള്ള ബ്ലഡിന് മാത്രമേ സാധിക്കൂ എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഇതിൽ നിന്നാണ് സത്യത്തിൽ ലിമുലസ് അമീബോസൈറ്റ് ലൈസേറ്റ് അഥവാ LAL ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സവിശേഷമായ മെഡിക്കൽ സമ്പ്രദായം നിലവിൽ വരുന്നത്. അതായത് നമ്മുടെ കയ്യിലുള്ള വാക്സിനോ മരുന്നോ അസുഖമുള്ള ഒരു സൊല്യൂഷനോ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന ബാക്ടീരിയൽ കണ്ടൻറ്റ് എത്രമാത്രമാണ്, നല്ല ബാക്ടീരിയൽ കണ്ടൻറ്റ് ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് ലാൽ ടെസ്റ്റ് നടത്താൻ സാധിക്കും. അതിന് വേണ്ടത് ലോകത്ത് ഒരൊറ്റ ജീവിവർഗത്തിൻ്റെ ബ്ലഡ് മാത്രമാണ്. അതാണ് ഹോഴ്സ് ഷൂ ക്രാബ്. ഈ ഹോഴ്സ് ഷൂ ക്രാബിൻ്റെ ശരീരത്തിൽ എങ്ങനെയാണ് ഈ ഒരു മെക്കാനിസം വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് ഞാൻ ഈ പറഞ്ഞൊരു പ്രത്യേക ടേം നിങ്ങൾ മനസ്സിലാക്കണം. ബ്ലൂ ബ്ലഡ്. നമ്മുടെ ശരീരത്തിലൊക്കെ കാണപ്പെടുന്നത് ചുവന്ന രക്തമാണ്. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന വർണ്ണവസ്തുവാണ് സത്യത്തിൽ ശരീരത്തിലെ രക്തത്തിന് ചുവന്ന നിറം കൊടുക്കുന്നത്. കാരണം അതാണ് നമ്മുടെ ഓക്സിജനെ വഹിച്ചുകൊണ്ട് ശരീരത്തിൻ്റെ പല ഭാഗത്തേക്കും എത്തിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ച് പുറത്ത് കളയാൻ കഴിയുന്ന രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ സംവിധാനം ഒരുക്കുന്നത്. ഈ ഹീമോഗ്ലോബിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഒരു വസ്തുവാണ്, അല്ലെങ്കിൽ ഒരു മൂലകമാണ് അയൺ, ഇരുമ്പ്. ഈ ഇരുമ്പിൻ്റെ അയോണുകളാണ് സത്യത്തിൽ അവിടെ പ്രവർത്തിക്കുക. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ട് ചുവന്ന നിറത്തിൽ കാണപ്പെടാൻ കാരണവും ഇത് തന്നെയാണ്. ചുവന്ന നിറമൊഴിച്ച് ബാക്കി എല്ലാത്തിനെയും ഇത് അബ്സോർബ് ചെയ്യും. എന്നാൽ കടലിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും ഓക്സിജൻ എന്ന് പറയുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ സംവിധാനം ബ്ലഡിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. പക്ഷേ അവിടെ ഇവോൾവ് ചെയ്തിരിക്കുന്നത് ഹീമോസയാനിൻ എന്ന് പറയുന്ന കോപ്പർ അല്ലെങ്കിൽ ചെമ്പിൻ്റെ അയോണുകൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ്. അതാണ് ആ ജീവജാലങ്ങളുടെ ഹൃദയത്തിൻ്റെ പമ്പിങ്ങിലൂടെ ശ്വാസകോശത്തിൽ നിന്ന് കിട്ടുന്ന, ശ്വാസകോശം എന്ന് പറയുമ്പോൾ ചെകിളപ്പൂക്കളുടെ സഹായത്തോടു കൂടിയാണെങ്കിൽ അങ്ങനെ കിട്ടുന്ന ഓക്സിജനെ പലതരത്തിലുള്ള സെല്ലുകളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. സോ ഹീമോസയാനിൻ നീല നിറമാണ്. കാരണം
ഈ പറയുന്ന കോപ്പർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വർണ്ണവസ്തു ആയതുകൊണ്ടാണ് അത് നീലയെ മാത്രമേ റിഫ്ലക്റ്റ് ചെയ്യും, ബാക്കിയെല്ലാം അബ്സോർബ് ചെയ്യും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് അമീബോസൈറ്റുകൾ എന്ന് പറയുന്ന വൈറ്റ് ബ്ലഡ് സെല്ലുകളുടെ ഒരു കൂട്ടം ഇത്തരം ജീവജാലങ്ങളുടെ അല്ലെങ്കിൽ ഈ ഹോഴ്സ്ഷൂ ക്രാബുകളുടെ ശരീരത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇവയാണ് സത്യത്തിൽ ലാൽ ടെസ്റ്റിങ്ങിന് കാരണമാകുന്ന രീതിയിൽ ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ജെല്ലി കൊക്കൂണായിട്ട് ബാക്ടീരിയകളുടെ ചുറ്റും കൂടുന്നത്. ബാക്ടീരിയ ഏത് സൊല്യൂഷനിലുണ്ടോ അപ്പോൾ അവ പുറത്ത് വിടുന്ന ഒരു ടോക്സിനാണ് എൻഡോക്സിൻ എന്ന് പറയുന്നൊരു വസ്തു. ഈ എൻഡോക്സിൻ ഈക്കോളി, സാൽമോണല്ല തുടങ്ങിയ ബാക്ടീരിയകളാണ് സാധാരണ പുറത്തേക്ക് വിടാറുള്ളത്. സോ അങ്ങനെയാണ് ഇവ ഇത് ഡിറ്റക്ട് ചെയ്തതിന് ശേഷം ആക്ടിവേറ്റ് ആയിട്ട് ഇതിനെ കണ്ടെത്താനുള്ളൊരു സഹായമായിട്ട് പ്രവർത്തിക്കുന്നത്. പ്ലസ് ഇത് ഈ ജീവിയുടെ ശരീരത്തിലുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ 45 കോടി വർഷമായിട്ട് അത് കടലിൽ ബാക്ടീരിയകൾ നിറഞ്ഞ സാഹചര്യത്തിൽ പോലും അതിശക്തമായ രോഗപ്രതിരോധ ശേഷിയോടുകൂടി നിലനിൽക്കുന്നത് എന്ന് ഗവേഷകർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. അതായത് പ്രകൃതിയിലൂടെ ഇവോൾവ് ചെയ്ത് വന്ന ഒരു മെക്കാനിസമാണ് ഈ പറയുന്ന LAL ടെസ്റ്റിങ്ങിന് സഹായിക്കുന്ന മാർഗം. സ്വാഭാവികമായിട്ടും മനുഷ്യന് മെഡിക്കൽ രംഗത്ത് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന വളരെ സേഫ് ആയിട്ടുള്ളൊരു ടെസ്റ്റിംഗ് മെത്തേഡാണ് എന്ന് വന്നപ്പോൾ ഇതിന് വില കൂടി. ഈ LAL ടെസ്റ്റിംഗ് 1950കളിൽ ഫ്രെഡറിക് ബാങ്ങും കൂട്ടരും ചേർന്ന് കണ്ടെത്തുന്നതിന് മുൻപ് വാക്സിനുകളും മരുന്നുകളും സുരക്ഷിതമാണോ, അവയിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി അത് പർട്ടിക്കുലർലി മുയലുകളിലായിരുന്നു ഇഞ്ചെക്ട് ചെയ്ത് നോക്കുക. ഈ മരുന്നിൻ്റെ ഒരു സാമ്പിൾ എടുത്തിട്ട് മുയലുകളിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് നോക്കും. അവയ്ക്ക് പനിയോ അല്ലെങ്കിൽ അവ മരണപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ ഇവ ദോഷമാണ് എന്ന് തിരിച്ചറിയും. പക്ഷേ ഇതൊരു വളരെ വലിയ പ്രക്രിയയാണ്. ഗിനിപ്പന്നികളെയും മുയലുകളെയും എലികളെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് മെഡിക്കൽ സയൻസിൽ മനുഷ്യൻ്റെ ശരീരത്തിൽ കുത്തിവയ്ക്കുന്നതിന് മുൻപ് പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നത് എന്ന് നമുക്കറിയാം. പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ ഈ ബ്ലഡ് ഉപയോഗിക്കുന്നതല്ലേ നല്ലത്. പക്ഷേ അവിടെയാണ് എത്തിക്കൽ ഇഷ്യൂ ഉണ്ടാകുന്നത്. നമ്മുടെ കടലിൽ നിന്നും ഓരോ വർഷവും ഫാർമസ്യൂട്ടിക്കൽ പർപ്പസുകൾക്ക് വേണ്ടി ഏകദേശം 6 ലക്ഷത്തിലധികം ഹോഴ്സ്ഷൂ ക്രാബുകളെയാണ് ജീവനോടുകൂടി പിടികൂടിയതിന് ശേഷം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ഒരു പ്രത്യേക മെക്കാനിസത്തിലൂടെ അവയുടെ ശരീരത്തിൽ കട്ടുണ്ടാക്കിയിട്ട് ഈ കട്ടിൽ നിന്ന് വരുന്ന ബ്ലഡിനെ പലതരത്തിലുള്ള ക്യാനുകളിലായിട്ട് സൂക്ഷിക്കുന്നത്. അതിനുശേഷമാണ് പലതരത്തിലുള്ള മെഡിക്കൽ പർപ്പസുകൾക്ക് വേണ്ടി ഇവ കൊണ്ടുപോകുന്നത്. സോ ഇത് ഉള്ള സ്ഥലങ്ങൾ കണ്ടെത്തിയതിന് ശേഷം, അതും അത്യാധുനികമായ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടു കൂടി ഹോഴ്സ്ഷൂ ക്രാബുകൾ ഉള്ള സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടാണ് അവയെ ജീവനോടെ പിടിച്ച് ഈ പറയുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളും ഗവൺമെൻറ് അപ്രൂവ്ഡ് കമ്പനികളും ഒക്കെ തന്നെ ഇവയിൽ നിന്ന് ബ്ലഡ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് മിക്കപ്പോഴും ഇവയിൽ ജീവജാലങ്ങൾ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. കാരണം അവയുടെ ശരീരത്തിൽ നിന്നും 30% രക്തമാണ് അപ്പോൾ മനുഷ്യൻ ഊറ്റിയെടുക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ബ്ലഡ് കൊടുക്കുന്നവരാണ്. ഈ ദാനം ചെയ്യുന്ന ബ്ലഡ് എന്ന് പറയുന്നത് ഒരു 300 ml ഒക്കെ മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ. പക്ഷേ നമ്മുടെ ശരീരത്തിൽ ലിറ്റർ കണക്കിന് ബ്ലഡ് ഉണ്ട്. അപ്പോൾ കൊടുക്കുന്നതിനൊരു പരിധിയുണ്ട്. അതിൽ കൂടുതൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വീക്കനാവും. മാത്രമല്ല ശരീരത്തിൽ വൂണ്ടോടുകൂടി ആ ജീവിയെ കടലിലേക്ക് ഇറക്കി വിട്ടാലോ. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ശരീരത്തിൽ കട്ടുണ്ടാക്കി 1/3 ബ്ലഡും ഊറ്റിയെടുത്തതിന് ശേഷം വലിയ ട്രീറ്റ്മെൻറ്റുകളൊന്നും കൊടുക്കാതെ ഇവയെ തിരിച്ച് കടലിലേക്ക് വിടുകയാണ് പതിവ്. ഈ എല്ലാം പോകുന്നില്ല, ജീവനോടെ ഉള്ളവയെ വിടും. ഈ പോകുന്നവയിൽ 25% മുതൽ 30% ജീവജാലങ്ങളും, അതായത് ഹോഴ്സ്ഷൂ ക്രാബുകളും മരണപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് ആൺപെൺ വ്യത്യാസമില്ലാതെയാണ് ഈ ജീവികളെ എടുക്കുന്നത്. സോ എല്ലാ ടൈപ്പിലുള്ള ജീവജാലങ്ങൾക്കും അതിജീവിക്കാൻ കഴിയണമെന്നില്ല. ശരീരത്തിൽ മുറിവുണ്ട്, അത് വളരെയധികം ബാക്ടീരിയ ഡിഫൻസ് മെക്കാനിസം ഉള്ള ജീവിയാണ്. അപ്പോൾ ആ മെക്കാനിസത്തിന് ആവശ്യമായിട്ടുള്ള ബ്ലഡ് ഊറ്റിയിട്ടാണ് കടലിലേക്ക് വിടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവയൊക്കെ തന്നെ അതിജീവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല ലോകത്തുള്ള എല്ലാ ഹോഴ്സ്ഷൂ ക്രാബുകളിലും വെറും 4 ടൈപ്പ് ജീവികളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു മെക്കാനിസം ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു അമൂല്യമായിട്ടുള്ള സാധ്യത നിങ്ങൾക്ക് മനസ്സിലാകും. ഇതുകൊണ്ടാണ് ഇത് ഇത്രയും വിലപിടിപ്പുള്ള ഒരു വസ്തുവായി മാറുന്നത്. ഇത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക മാത്രമല്ല, കൃത്യമായ രീതിയിൽ സംരക്ഷിക്കുക അല്ലെങ്കിൽ കേടാകാതെ സൂക്ഷിക്കുക എന്നുള്ളതും വളരെയധികം പണിപ്പെട്ട ഒരു കാര്യമാണ്. വാക്സിനുകളും മരുന്നുകളും വൻതോതിൽ കണ്ടുപിടിക്കുകയും അത് ടെസ്റ്റ് ചെയ്യുകയും അതിൻ്റെ അവസാനം മാത്രം മനുഷ്യരിൽ ഉപയോഗിക്കുകയും അതൊരു വലിയ എക്കോണമിയും ബിസിനസ്സുമായി മാറുകയും ചെയ്ത ഇന്നത്തെ കാലത്ത് സത്യത്തിൽ ആൾട്ടർനേറ്റ് ആയിട്ടുള്ള യാതൊരു മാർഗവും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഡിറ്റക്റ്റ് ചെയ്യാൻ സേഫായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് മനുഷ്യൻ്റെ ഈ മെഡിക്കൽ രംഗത്തെ നേട്ടം ആ ഒരു ജീവിക്ക് സത്യത്തിൽ തടസ്സമായി മാറിയിരിക്കുകയാണ്. ഇത് പറയുമ്പോൾ പലപ്പോഴും, അല്ലെങ്കിൽ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത് പലതരത്തിലുള്ള ടെസ്റ്റിങ്ങുകളിലൂടെ കടന്നുപോയ കുരങ്ങന്മാരും ഗിനിപ്പന്നികളും എലികളും മുയലുകളൊക്കെ ആണെങ്കിലും പണ്ട് നമ്മൾ ഈ വംശാനന്തര തലമുറ എന്ന് പറയുന്ന മലയാളം പാഠപുസ്തകത്തിൽ പഠിച്ചൊരു കഥയുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല. നമ്മുടെ നാട്ടിലെ ഇടക്കാലത്ത് വെച്ചൊക്കെ തന്നെ, അതായത് പണ്ട് ഞാനൊക്കെ ഈ +2 ഒക്കെ ആവുന്ന സമയത്ത് നിർത്തി ഈ പാറ്റയെയും തവളയെയും കീറി മുറിച്ച് പഠിക്കുന്ന ബയോളജിയിൽ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. സത്യത്തിൽ ഇൻറ്റേർണൽ ഓർഗൻസിനെ കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് സയൻസ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച്. പക്ഷേ തവളകളെ പിടിച്ച് വൻതോതിൽ കീറി മുറിച്ച് കൊല്ലുക എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ നാട്ടിൽ ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഫ്രോഗ് പോപ്പുലേഷൻ അല്ലെങ്കിൽ തവള പോപ്പുലേഷനെ ബാധിക്കുന്ന ഒരു കാര്യമായിരുന്നു.
അപ്പോൾ ഞാൻ ഏകദേശം ആ ഒരു സിലബസിന് തൊട്ട് മുമ്പ് പഠിച്ചെത്തുമ്പോൾ തന്നെ ഈ ഒരു സാധനം മാറ്റിയിരുന്നു, തവളയെ കീറിമുറിച്ച് പഠിക്കുക എന്നുള്ളത്. പകരം നമുക്ക് പാറ്റയെ കീറിമുറിക്കുക എന്നുള്ളത് ഉണ്ടായിരുന്നു. ഈ തവളയെക്കുറിച്ചുള്ള ഒരു തവളയുടെ അനാട്ടമി നമ്മുടെ പുസ്തകത്തിലുണ്ടായിരുന്നു, ബയോളജി പുസ്തകത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഈ വംശാനന്തര തലമുറ എന്ന് പറയുന്ന മലയാളം പുസ്തകത്തിൽ ഇത്തരത്തിൽ കുടുംബത്തെ കാത്തിരിക്കുന്നൊരു തവളയുടെ കഥയും മിക്ക തവളകളുടെയും കാലുകൾ വെട്ടിയെടുത്തതിന് ശേഷം അതിനെ പൊരിച്ച് നിന്നിട്ട് കാലില്ലാത്ത തവളയെ കുളത്തിൽ ജീവിക്കാൻ വിടുന്ന കഥയും ഒക്കെ തന്നെ വായിച്ചതിൻ്റെ ചെറിയൊരു സ്പാർക്ക് ഈ വീഡിയോയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തപ്പോൾ എനിക്ക് അടിച്ചു. നിങ്ങൾ ആ കഥ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ സത്യത്തിൽ മനുഷ്യൻ പല കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് നമ്മുടേതായിട്ടുള്ള നന്മയ്ക്ക് വേണ്ടിയാണെങ്കിലും ഈ ഒരു മോറൽ ക്വസ്റ്റ്യൻ ഉണ്ട്, മറ്റ് ജീവജാലങ്ങളെ ഉപദ്രവിച്ചുകൊണ്ട് വേണമോ അല്ലെങ്കിൽ ക്രൂരത കാണിച്ചുകൊണ്ട് വേണമോ ഇതൊക്കെ ചെയ്യാൻ എന്നുള്ളൊരു ചോദ്യം. അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ ഡെയിലി ചിക്കൻ തിന്നുന്നില്ലേ, ബീഫ് തിന്നുന്നില്ലേ, പോർക്ക് തിന്നുന്നില്ലേ, അല്ലെങ്കിൽ മട്ടൺ തിന്നുന്നില്ലേ എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട്. അതെല്ലാം എത്തിക്കലായിട്ടും ഒരു ഇഷ്യൂ ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതേ തരത്തിലുള്ളൊരു എത്തിക്കൽ പ്രോബ്ലം ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ബ്ലഡ് ഊറ്റിയെടുക്കുന്ന വിഷ്വൽസൊക്കെ നമുക്ക് റെഡിലി അവൈലബിൾ ആണ്. എന്നിട്ട് അതിനെ കളയുമ്പോൾ അത് ജീവിക്കാൻ സ്ട്രഗിൾ ചെയ്യുന്നതും ചത്തു മലന്ന് കിടക്കുന്ന വീഡിയോസ് കാണുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നിന്നും ഈ ഒരു സഹാനുഭൂതി അല്ലെങ്കിൽ അനുകമ്പയൊക്കെ തന്നെ ഉണ്ടാകുന്നത്. എന്തായാലും ഗവേഷകർ ഇവിടെ ഒതുക്കുന്നില്ല. ഈ ജീവജാലം എക്കാലവും അവൈലബിൾ ആവാൻ സാധ്യതയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും മറ്റ് ചില മെത്തേഡുകൾ അവർ അന്വേഷിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് റീകോമ്പിനേഷൻ ഫാക്ടർ എന്ന് പറയുന്ന ഒരു സിന്തറ്റിക് ആയിട്ടുള്ള കെമിക്കൽ രൂപപ്പെടുത്താനുള്ള ശ്രമം. ഈ എൻഡോടോക്സിനുകളോട് എങ്ങനെയാണോ ഹോഴ്സ്ഷൂ ക്രാബിൻ്റെ ബ്ലഡിലുള്ള അമീബോസൈറ്റുകൾ റിയാക്ട് ചെയ്യുന്നത്, അതുപോലെ റിയാക്ട് ചെയ്യാൻ കഴിയുന്ന മറ്റ് കെമിക്കലുകളെ കണ്ടെത്തുക എന്നുള്ളതൊന്ന്. 2, ക്രിസ്പറുകളും ജീൻ എഡിറ്റിങ്ങിൻ്റെയും സഹായത്തോടു കൂടി എന്താണ് ഹോഴ്സ്ഷൂ ക്രാബിൻ്റെ ബ്ലഡിലുള്ള സവിശേഷത, അതിന് കാരണമാകുന്ന ജീനുകളെ മറ്റേതെങ്കിലും ജീവികളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യങ്ങളിലോ ഇംപ്ലിമെൻറ്റ് ചെയ്ത് അതിനെ സെക്രീറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് മാറ്റുക. നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് ആ ജീവിക്ക് ദോഷകരമല്ലാത്ത രീതിയിൽ എടുക്കാൻ പറ്റുന്നൊരു സംവിധാനത്തിലേക്ക് മാറ്റുക. അതുമല്ലെങ്കിൽ ലാബിൽ ഈ പ്രത്യേകതരം സെല്ലുകളെ വളർത്തിയെടുത്തിട്ട് ഡയറക്റ്റ് ഈ LAL ടെസ്റ്റിന് ആവശ്യമായിട്ടുള്ള ബ്ലഡ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. അങ്ങനെ പല മാർഗ്ഗങ്ങളും ഗവേഷകർ അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും അതൊക്കെ ഫലപ്രദമായി ചീപ്പായി അവൈലബിൾ ആകുന്നത് വരെ സത്യത്തിൽ ഈ ജീവജാലങ്ങളുടെ കഷ്ടം അധോഗതി തന്നെയാണ്. നന്ദി.